നമസ്കാരമുണ്ട്. ഇപ്പോൾ വന്നത് നമ്മുടെ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. അവിടെ സാധാരണക്കാരുടെ ശബ്ദമായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധി അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ജനാധിപത്യം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന തോന്നൽ ഉണ്ടാക്കി തരുന്ന ഒരു യഥാർത്ഥ ജനപ്രതിനിധി. അദ്ദേഹത്തിന്റെ പേര് രാഘവ് ചദ്ദ എന്നാണ്. ഡൽഹിയിൽ നിന്ന് ആണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തിയിട്ടുള്ളത്. പാർലമെന്റിലെ രാജ്യസഭയിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. എന്നാൽ അദ്ദേഹം പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാർലമെന്റ് സമ്മേളനത്തെ കുറിച്ച് പറയാൻ ഞാനിപ്പോൾ നിർബന്ധിതനായത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ ചില ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഇടപെട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള പല വിഷയങ്ങളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി അതിന് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലൊരു വിഷയം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് എയർപോർട്ടുകളുണ്ട്. അവിടെ നിന്ന് ഒരുപാട് വിമാനങ്ങൾ പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതിന് എപ്പോഴെങ്കിലും ഒരു സമയദൈർഘ്യമുണ്ടായാൽ അല്ലെങ്കിൽ സമയനിഷ്ഠ പാലിക്കാതെ ആയാൽ അതിൽ സമയം നഷ്ടപ്പെടുന്നത് നമുക്കാണ്. അതിന് നമുക്ക് പണം തരണം എന്ന് വാദിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ കയ്യിൽ അനുവദനീയമായിട്ടുള്ളതിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് മുകളിൽ പിഴ ചുമത്തുന്ന വിമാന കമ്പനികൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പണം തരുന്നില്ല വിമാനം വൈകിയാൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. വിമാനം വൈകിയാൽ മാത്രമല്ല, അത് ക്യാൻസൽ ചെയ്താലും നമുക്ക് ഇങ്ങോട്ടാണ് പണം തരേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വാസ്തവം തന്നെയാണ്. നമ്മുടെ കയ്യിൽ 1 കിലോഗ്രാം അധികം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരുപാട് പിഴ ചുമത്തുന്ന വിമാന കമ്പനികൾ എന്തുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിയാൽ അതിന് നമുക്ക് നഷ്ടപരിഹാരം തരുന്നില്ല? നമുക്കത് കിട്ടേണ്ടതാണ്. സമയം എന്നുള്ളത് നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടാൻ പ്രയാസമുള്ള ഒന്നിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശ്വാസവും അതുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് സമയത്തെ ഇതിൽ ഒന്നാമതായിട്ട് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചത്. അപ്പോ അദ്ദേഹം ഉന്നയിച്ച ഈ ചോദ്യത്തിന് പാർലമെന്റിൽ ഇതുവരെ ആരും മറുപടി കൊടുത്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പറഞ്ഞത് പരീക്ഷകളെ കുറിച്ചാണ്. ഒരുപാട് പരീക്ഷകൾ ജനങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് നടത്തുന്നു എന്നാണ്. ശരിയാണ്, പരീക്ഷ നടത്താൻ ചെലവുകളുണ്ട്. അപ്പം അതിന് പണം വാങ്ങുന്നു, പരീക്ഷ നടത്തുന്നു,
പരീക്ഷ നടത്തിയിട്ട് അതിൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ജയിക്കാൻ കഴിയുന്നത്, അതുവഴി ജോലി കിട്ടുന്നത്. അപ്പൊ ബാക്കിയുള്ളവരുടെ പണം തിരിച്ചു കൊടുക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. കാരണം യോഗ്യതയുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ. ബാക്കിയുള്ളവർക്ക് അടുത്ത ശ്രമം നടത്താവുന്നതാണ്. പക്ഷെ അതിന് വീണ്ടും പണം വാങ്ങുക എന്നുള്ളൊരു നടപടി നമ്മുടെ രാജ്യത്തുണ്ട്. അത് തെറ്റാണ്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. പരീക്ഷ എഴുതി ജയിക്കാൻ കഴിയാത്തതിന് എഴുതിയ പരീക്ഷേന്റെ ഫീസ് തിരിച്ചു കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു വാചകത്തോട് യോജിക്കാൻ കഴിയില്ലെങ്കിലും, രജിസ്റ്റർ ചെയ്ത ശേഷം പരീക്ഷയ്ക്ക് ഹാജരായി തോറ്റ വ്യക്തികളുടെ പണം തിരികെ നൽകണം എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് പാർലമെന്റിൽ അവിടുത്തെ ജനപ്രതിനിധികളുടെ ഇടയിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഉന്നയിച്ച മറ്റൊരു ചോദ്യമാണ് ടെലിഫോൺ കമ്പനികൾ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടറിൽ 31 ദിവസമാണ് അല്ലെങ്കിൽ 30 ദിവസമാണ്. ഫെബ്രുവരി മാസത്തിൽ മാത്രമേ അതിന് മാറ്റം വരുന്നുള്ളൂ. അതല്ലാത്ത മാസങ്ങളൊക്കെ 30 അല്ലെങ്കിൽ 31. പക്ഷേ ടെലിഫോൺ കമ്പനികൾ അല്ലെങ്കിൽ ടെലികോം കമ്പനികൾ അവരുടെ കലണ്ടറിൽ 28 ദിവസമേ ഉള്ളൂ. അവരുടെ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു മാസ പാക്കേജ് നമ്മൾ എടുക്കുമ്പോൾ അതിന് 28 ദിവസമേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മുടെ കലണ്ടർ മാറ്റണം, അല്ലെങ്കിൽ അവര് 30 അല്ലെങ്കിൽ 31 ദിവസത്തെ കാലാവധി നമുക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് യോജിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം അദ്ദേഹം ഉന്നയിച്ച ആ ചോദ്യം ശരിയാണ്. പിന്നെ അദ്ദേഹം ഇടപെട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ടോൾ പ്ലാസകളുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്ക് അറിയാം, നമ്മുടെ രാജ്യത്ത് എല്ലാ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാറുണ്ട്. എന്തിന്? അതിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ആ വാഹനവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ സഞ്ചരിക്കാനുള്ള റോഡിനും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് ടോൾ പ്ലാസകൾ ഉണ്ട്. അവിടെ ജനങ്ങളെ പിഴിഞ്ഞൂറ്റുന്നുമുണ്ട്. ടോൾ എന്നുള്ള പേരിൽ നമ്മൾ ടാക്സ് കൊടുത്ത് ഉണ്ടാക്കപ്പെട്ട റോട്ടിൽ നമ്മൾ ടാക്സ് കൊടുത്ത് വാങ്ങിയ വണ്ടി ഉപയോഗിക്കാൻ വീണ്ടും ടാക്സ് കൊടുക്കുകയാണ്. അതിന് കാരണം മികച്ച റോഡുകൾ ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് കമ്പനികളാണ്. അപ്പൊ അവർക്ക് അതിന് വരുന്ന ചെലവ് ജനങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കണം എന്നുള്ള പേരും പറഞ്ഞാണ് ഇപ്പോൾ ടോൾ പ്ലാസകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് മാറ്റണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തോടും ഞാൻ യോജിക്കുകയാണ്. എന്തായാലും നമ്മൾ പലതരത്തിൽ റോഡിന് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ, വാഹനത്തിനും ടാക്സ് അടയ്ക്കുമ്പോൾ നമുക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ തരാൻ ഈ ടാക്സ് പിടിച്ചു പറിക്കുന്നവർ തയ്യാറാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ടാക്സ് എന്നുള്ളത് കൃത്യമായ രീതിയിലല്ല പിരിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ്. നികുതി എല്ലാവരും ഒരുപോലെയാണോ കൊടുക്കുന്നത്? അല്ല. ഈ ഇടയിൽ ഇപ്പൊ നികുതി എന്ന് പറഞ്ഞപ്പോ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് വീണ്ടും പറയാം. ടാക്സിന്റെ മലയാള പദമാണ് നികുതി. നികുതി ഒഴിവാക്കി കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർക്കൊഴികെ മറ്റൊരാൾക്കും
നികുതി ഒഴിവാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അവർ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നതുകൊണ്ടാണ്. മറ്റൊരാൾക്കും നികുതി ഒഴിവാക്കി കൊടുക്കാൻ പാടില്ല. അവരുടെ അടുത്തുനിന്നൊക്കെ നികുതി പിടിച്ചു കുറച്ചേ പറ്റുള്ളൂ. എന്നിട്ട് രാജ്യം നന്നാക്കൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്, മറ്റൊരു രീതിയിലാണ് എന്ന് ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തോടും ഞാൻ യോജിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയൊക്കെ നികുതി കൊടുത്തിട്ടും വീണ്ടും ടോൾ എന്നുള്ള പേരിൽ നമ്മൾ എന്തിനാണ് നികുതി കൊടുക്കുന്നത്? അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ അനുകൂലിക്കാൻ ഞാൻ തയ്യാറാണ്. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണ്. അദ്ദേഹം ഉന്നയിച്ച ഓരോ പരാതിയും ശരിയാണ്. അതിന് പരിഹാരം കണ്ടേ തീരൂ. എന്നിരുന്നാൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം പുലരുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ പോലുള്ള ജനപ്രതിനിധികൾ ആണ് നമ്മുടെ നാടിന് ആവശ്യം. അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ ശ്രമിക്കണം. എന്നിരുന്നാൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം നിലനിന്നു പോവുകയുള്ളൂ എന്ന് പറയാൻ ഇപ്പോൾ ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച ഓരോ കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം ഉന്നയിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും പരിഹാരം കാണാൻ ആരും മുന്നോട്ട് വരാനുള്ള സാധ്യത ഇല്ല. കാരണം ഇതൊരു ജനാധിപത്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ വ്യവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് കുറേ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അവർ നമ്മളെ ഭരിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ അത് നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുമല്ലെങ്കിൽ അവർക്ക് ഗുണമുള്ള, അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടും, അതായത് യഥാർത്ഥ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും എന്നുള്ളതിന് ചെറിയൊരു മെഴുകുതിരി നാളമാണ്, അല്ലെങ്കിൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു.